ശ്രീജിത്ത് പണിക്കർ, ഇവിടെ രാഷ്ട്രീയമായ പകപോക്കൽ എന്നുള്ള പതിവ് പല്ലവിയാണ്. പക്ഷേ ഇതേ വിഷയത്തിൽ നേരത്തെ പാർട്ടി എടുത്തിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അവിടെ ഈ കേസ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരെയാണ്. അത് മകൾ നേരിട്ട് കൊള്ളും എന്നുള്ള ഒരു നിലപാട് കൂടി എടുത്തതായിരുന്നു പാർട്ടി. പക്ഷേ ഇപ്പോൾ പിണറായി വിജയനെ വേട്ടയാടുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ ഒരു കക്ഷിയേ അല്ലല്ലോ. ഇപ്പോൾ ഇ ഡിയുടെ റിലീസും വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2.78 കോടി രൂപയുടെ അനധികൃത ഇടപാട് CMRL-ഉം വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിൽ നടന്നു. അതേക്കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 50 ലക്ഷത്തിൻ്റെ വായ്പ അത് വീണ വിജയന് നൽകിയിരുന്നു എംപവർ സൊല്യൂഷൻസ്. അത് ഈ പറയുന്ന CMRL MD ശശിധരൻ കർത്തയുടെ മറ്റൊരു കമ്പനിയാണ്. അത് തിരിച്ചടച്ചിട്ടുമില്ല. അതപ്പോൾ ഒരു ഗിഫ്റ്റ് നൽകിയത് എന്ന രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള അന്വേഷണവും ഇതിലെ സാമ്പത്തിക ഇടപാടുകളും മണി ലോണ്ടറിങ്ങും ഒക്കെയാണ് അന്വേഷിക്കുന്നത്. അവിടെ പിണറായി വിജയനെ പ്രതിരോധിക്കും, ഞങ്ങൾ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശരിക്കും ഗുണ്ടായിസം തന്നെയല്ലേ കാട്ടിയത് CPM ഇന്ന് തലസ്ഥാനത്ത്? ശ്രീ മഞ്ജുഷ്, തീർച്ചയായിട്ടും കേരളത്തിൽ സമീപകാലത്ത് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗുണ്ടായിസമാണ് ഇന്നൊരു സംഘടിത ആക്രമണം എന്ന നിലയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വാഹനങ്ങൾക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാർക്കെതിരെ ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ യാതൊരു വിധത്തിലുള്ള നിയമപരിപാലന സംവിധാനവും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, അഥവാ അത്തരത്തിലുള്ള സംവിധാനത്തിനെയെല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ഗുണ്ടകളുടെ ഒരു വിളയാട്ടം തന്നെ ഇന്ന് തലസ്ഥാനത്ത് ഉൾപ്പെടെ നടന്നത് എന്നുള്ളത് അത്യന്തം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു കണക്കിന് ആലോചിച്ച് നോക്കേണ്ടത്, ഒരുപക്ഷെ ഈ ഭരണം മാറിയ സമയത്ത് നമ്മളെല്ലാവരും തന്നെ ആശങ്കപ്പെട്ടിരുന്നത് ഇത് തന്നെയാണ്. ഒരു ചെറിയ വിഷയം മുതൽ ഒരു വലിയ വിഷയം വരെ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ തെരുവുകളെ കലാപകലുഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം സംഘടിതമായി ശ്രമിക്കും എന്നുള്ള ഒരു ആശങ്ക ആ സമയത്ത് പലരും സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും അടക്കം പങ്കുവച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാവുകയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന റിയലൈസേഷൻ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ED അവരുടെ പ്രസ് റിലീസിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് CMRL-ഉം വീണയുമാണ് എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. വളരെ സുവ്യക്തമായിട്ട് അവരത് എഴുതിയിട്ടുണ്ട്. പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് CMRL കർത്തയാണ്, ഒപ്പം വീണ വിജയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ അന്വേഷണത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല, സുഗമമായിട്ട് അവർക്ക് അന്വേഷിക്കാമെന്ന് കേരള ഹൈക്കോടതി തന്നെ ഇന്നലെ തീരുമാനിച്ച് സ്റ്റേ വെക്കേറ്റ് ചെയ്യുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ആ വിഷയം തുടർന്ന് അന്വേഷിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണ നടപടികളുടെ ഭാഗമായിട്ട് റെയ്ഡ് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അങ്ങനെ സർപ്രൈസ് ആയിട്ടുള്ള റെയ്ഡ് നടത്തുന്നത് നേരത്തെ മുൻകൂട്ടി ഇവരൊക്കെ പറയുന്നത് പോലെ നോട്ടീസ് കൊടുത്തിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്കറിയാം. അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ മടിയിൽ കനമില്ലാത്തവൻ വഴിയിൽ പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ, ഇന്ന് എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ അക്രമ സംഭവങ്ങളെ പോലും ലെജിറ്റിമൈസ് ചെയ്യുന്ന രീതിയിലത്തേക്ക് പ്രതികരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എല്ലാ കാലവും തനിക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് കാണുന്നതും അതുതന്നെയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിനുള്ള പിന്തുണയായിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയണം. തങ്ങളുടെ ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള നിയമപരമായിട്ടുള്ള ജോലി ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്ന ഉദ്യോഗസ്ഥരെ അവരുടെ വാഹനം ആക്രമിക്കുന്നതിന്, അതിന് മുകളിലേക്ക് ഇഷ്ടികയും മറ്റും വലിച്ചെറിയുന്നതിന്, അവിടെയുള്ള ആൾക്കാരെ വധശ്രമത്തിന് വിധേയരാക്കുന്നതിന്, ആ വാഹനത്തിനെ തല്ലി പൊളിക്കുന്നതിന്, ഇതിൻ്റെ റിയർവ്യൂ മിറർ ഉൾപ്പെടെ തല്ലി തകർക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നതിനെ തനിക്കുള്ള പാർട്ടിക്കാരുടെ അകമഴിഞ്ഞ പിന്തുണയായിട്ടാണ് ശ്രീ പിണറായി വിജയൻ വ്യാഖ്യാനിക്കുന്നത് എങ്കിൽ അദ്ദേഹമായിരുന്നു ഇവിടുത്തെ പോലീസിന്റെ തലപ്പത്ത് 10 വർഷം എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ് എന്നാണ് എനിക്ക്. മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീജിത്ത് പണിക്കർ. ഇതിനു മുൻപ് പിണറായി വിജയൻ, ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ വിഷയം വന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് ഈ കാര്യങ്ങളായിരുന്നില്ല. അത് ആ കുടുംബം തീർക്കുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇവിടെ എങ്ങനെയാണ് മകളുടെ കാര്യത്തിൽ വന്നപ്പോൾ അത് പാർട്ടിക്കാർ തന്നെ പ്രതിരോധിച്ചോളും, തനിക്ക് വേണ്ടി കവചമൊരുക്കിക്കോളും എന്ന് പിണറായി വിജയൻ പറയുന്നത് എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇരട്ടത്താപ്പ്. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് ബിനീഷ് കോടിയേരി വിഷയത്തിൽ? അതൊന്ന് കേട്ടു നോക്കാം. ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണം, അതേ സംബന്ധിച്ചുള്ള അന്വേഷണം, ആ അന്വേഷണം നടത്തുന്ന ഏജൻസിയുടെ കയ്യിലുള്ള വിവരങ്ങൾ എന്താണ് എന്നറിയാതെ അങ്ങനെയൊരു കമൻറ്റിലേക്ക് പോകാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ CPIM തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് നിലപാടാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ഈ നിലപാടാണുള്ളത്. അതായത് ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയാതെ അതിനെക്കുറിച്ച് ഒരു മുൻകൂറായി ഒരു പ്രവചനം നടത്താൻ കഴിയില്ല.
ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ CRPF സംഘം വന്നപ്പോൾ അവിടെ വലിയ നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായി, കുടുംബത്തിൻ്റെ പ്രതിഷേധമൊക്കെ ഉണ്ടായി. അവിടെ അപ്പോൾ ഈ സംസ്ഥാന പോലീസ് സേന അവിടെ ഇടപെടൽ നടത്തുകയും CRPFനെ തടയാൻ ശ്രമിച്ചു എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അങ്ങേക്ക് എന്ത് സംബന്ധിച്ച് നിങ്ങൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? പോലീസിൻ്റെ ഏതു തരത്തിലുള്ള ഇടപെടലാണ് അവിടെ ഉണ്ടായത്? അല്ല, ഇതിൽ അവർക്ക് ന്യായമായി ചില പരാതികൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ കുടുംബത്തിന് അവരതിൻ്റെ നിയമപരമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകാം. ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമല്ലോ. അതുമാത്രമായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എന്ന് കാണേണ്ടതായിട്ടില്ല. അവർ സാധാരണഗതിയിൽ അന്വേഷണത്തിന് വന്നു. ആ വന്ന കാര്യത്തിൽ കുടുംബത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലവർക്ക് പരാതികളും ഉണ്ടായിട്ടുണ്ട്. അതാണ് നാം കാണേണ്ടത്. ഇതാണ് ബിനീഷ് കോടിയേരി വിഷയത്തിൽ അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചത്. ശ്രീത് പണിക്കർ, വൈരുദ്ധ്യം പ്രകടമാണല്ലോ ഇപ്പോൾ. ഇത് അന്ന് കുടുംബകാര്യമായിരുന്നു, ഇന്നത് പാർട്ടിക്കാര്യമായി മാറിയിരിക്കുകയാണ്. പിന്നെ CPMന്റെ നേതാക്കൾ ഇന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് പിണറായി വിജയനെ അവിടെ തടഞ്ഞു വെച്ചു എന്നുള്ള കാര്യം. ഒരു വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ ആ വീട്ടിലുള്ളവരെ പുറത്തേക്ക് വിടില്ല എന്നുള്ള കാര്യം സാമാന്യമായി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്നിട്ടും CPM നേതാക്കൾ ആവർത്തിച്ച് ഇത് പറയുകയാണ്. അവിടെ അന്വേഷണം നടക്കുന്നത് വീണ വിജയനെതിരെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വീട്ടിലുണ്ടാകുമ്പോൾ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. ഇതല്ലേ യഥാർത്ഥത്തിൽ നടന്നത്? അതിനെയാണ് പർവ്വതീകരിച്ച് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നോക്കൂ, ഇതിൽ ഒരു ലീഗലായിട്ടൊരു റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരു കെട്ടിടത്തിനുള്ളിലുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് പോകാൻ അവർക്ക് അനുവാദമില്ല. അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് അകത്തേക്ക് പ്രവേശിക്കാനും അനുവാദമില്ല. ഇവിടെ ആ റെയ്ഡിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവിടെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ വീട്ടിലുണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാനായിട്ട് അത് സാധ്യമല്ല. ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോളജാണ്. ആ നോളജ് പോലും ഇല്ലാത്ത പാർട്ടിക്കാരാണ് ആ വീടിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ആ വീടിനുള്ളിലേക്ക് ഇരച്ച് കയറുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിയമത്തിനെ കയ്യിലെടുത്തുകൊണ്ട് തങ്ങളുടെ നേതാവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയേക്കാൾ ഏതറ്റം വരെയും പോകും എന്ന് തെളിയിക്കാനാണ് ഇവരൊക്കെ തന്നെ ഇന്ന് ശ്രമിച്ചത്. അല്പം മുമ്പ് ശ്രീ പിണറായി വിജയൻ നേരത്തെ പ്രതികരിച്ചിരുന്നത് പറഞ്ഞു. അതേപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു പ്രതികരണമായിരുന്നു മുമ്പ് ബിനീഷിനെതിരെ തന്നെയുള്ള ആരോപണം വന്നിരുന്നപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹം പറഞ്ഞത് ബിനീഷ് സർക്കാരിനോ പാർട്ടിക്കോ പ്രധാനപ്പെട്ട ഏതെങ്കിലും പദവികളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ ബിനീഷിന്റെ കുടുംബം നോക്കിക്കോളും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ്, നിലപാടാണ്. ഇവിടെ വീണ വിജയനെ ടാർഗറ്റ് ചെയ്യുന്നത് വഴി മുൻ മുഖ്യമന്ത്രിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ വേണ്ടപ്പെട്ടയാളാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, MLA ആണ് എന്ന് കരുതി അയാളുടെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ടുള്ള രേഖാമൂലമുള്ള ഇൻഫർമേഷൻ നമ്മുടെ നാട്ടിലെ ഏജൻസികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അന്വേഷിക്കേണ്ടതില്ല. അത്തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള പ്രബുദ്ധ ജനതയാണ് എന്ന മട്ടിലൊക്കെ ഗോവിന്ദൻ മാഷിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്ന് പ്രതികരിക്കുന്നത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രേരകമാവുകയുള്ളൂ. കാരണം ഇവിടെയുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനതയോ പാർട്ടിക്കാരോ ഒന്നും അല്ല തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസികളും അവർ സമർപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയുമാണ്. ഇവിടെ ഇവരെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്താണ് ഒരു കോൺട്രാക്ട് എന്നതിനെക്കുറിച്ച്, എന്താണ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ വ്യാഖ്യാനിക്കുന്നതിനും ദുർവ്യാഖ്യാനിക്കുന്നതിനുമൊക്കെ ഇവർ ശ്രമിക്കുമ്പോൾ ഇവർ സത്യത്തിൽ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ശ്രീ VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതുകൊണ്ടല്ല, മറിച്ച് ഇന്നലെ കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ED അന്വേഷണത്തിനുണ്ടായിരുന്ന സ്റ്റേ വെക്കേറ്റ് ചെയ്തതുകൊണ്ടാണ് ഞൊടിയിടയിൽ തന്നെ മറ്റെന്തെങ്കിലും ഒരു നടപടിക്ക് വേണ്ടിയിട്ട് ഇതിലെ കക്ഷികൾ ആരെങ്കിലും പോകുന്നതിന് മുമ്പ് തന്നെ നിലവിൽ ലഭ്യമായിട്ടുള്ള പഴുതുപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അടച്ചൊരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ED തയ്യാറായത്. അതുകൊണ്ടാണ് 10 പ്രമിസസിൽ അവർ ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോയത്. അത് തന്നെയുമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും ലഘുതരമായിട്ടുള്ള കാര്യങ്ങളല്ല, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, കോടതി തന്നെ കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചത് PMLA ഷെഡ്യൂൾ പ്രകാരമുള്ള അല്ലെങ്കിൽ PMLA പ്രകാരമുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ്, ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ട് എന്നതിനെക്കുറിച്ച് നേരത്തെ SFIO ആദ്യം സൂചിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എങ്കിൽ ഈ ഘട്ടത്തിൽ കേസ് പരിഗണിക്കുമ്പോൾ ആ ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് രേഖയുണ്ട് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുവരെ നടന്ന എല്ലാ അന്വേഷണങ്ങളിലും ഇക്കാര്യം വന്നിട്ടുണ്ടല്ലോ, അത് കണ്ടെത്തിയിട്ടും ഉള്ളതാണ്. സേവനം നൽകാതെയാണ് ഈ പറയുന്ന 2.78 കോടി രൂപ സ്വീകരിച്ചത് എന്നുള്ള കാര്യം. ഓരോ മാസവും വീണ വിജയൻ 5 ലക്ഷം രൂപയും വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി 3 ലക്ഷം രൂപ വീതവും, അങ്ങനെ 2017 മുതൽ 2020 വരെ ആകെ 2.78 കോടി. ഇന്ന് EDയുടെ റിലീസിൽ 2.78 കോടി എന്നാണ്. നേരത്തെ ഇന്ററിം ഓർഡറിൽ
ഇവിടെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ വന്നിരുന്നത് 1.72 കോടി രൂപയായിരുന്നു. അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ED പറയുന്നത്. അതുമാത്രമല്ല 50 ലക്ഷം രൂപയുടെ വായ്പയുമുണ്ട്, അത് തിരിച്ചടച്ചിട്ടില്ല ഇതുവരെ. അതും കർത്തയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീ പണിക്കർ. ഇവിടെ പിണറായി വിജയൻ ഇതൊരു കക്ഷിയല്ല എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് നടന്നത്. അപ്പോൾ പൊതുജനത്തിന് ബോധ്യമുണ്ട് എന്തിനു വേണ്ടിയാണ് ശശിധരൻ കർത്ത ഇത്രയും തുക ഒരു സേവനവും നൽകാത്ത വീണ വിജയന്റെ കമ്പനിക്കും വീണ വിജയനും നൽകിയത് എന്ന കാര്യം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന്. അത് തന്നെയുമല്ല മഞ്ജുഷ്, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ നിയമസഭയിലടക്കം ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കവേ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തൻ്റെ ഭാര്യ വീണയുടെ അമ്മ അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുത്തിട്ട് അതുകൊണ്ടാണ് വീണ വിജയൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കമ്പനിക്കാണ് കർത്തായുടെ എംപവർ എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കമ്പനിയിൽ നിന്ന് തിരിച്ചടവിന് കൃത്യമായി സമയബന്ധിതമായിട്ടൊരു തിരിച്ചടവ് പോലും ഇല്ലാതെ 50 ലക്ഷം രൂപ ലോൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് അല്ലാതെയും അവർക്ക് മറ്റ് സോഴ്സസിൽ നിന്ന് ഇതേപോലെ കൃത്യമായിട്ട് പണം തിരിച്ചടയ്ക്കുക പോലും ചെയ്യാതെ പണം കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 2.25 കോടി രൂപ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് 182 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ, കമ്പനിയിൽ കഴിഞ്ഞ 7-8 വർഷത്തോളം ഒരാൾക്കും നിക്ഷേപകർക്ക് ഡിവിഡൻഡ് കൊടുക്കാതിരിക്കെ കർത്തായ്ക്കും മകനും 30 കോടി രൂപയുടെ പ്രതിഫലം കിട്ടിയിരിക്കുന്നു. പിന്നെ ഈ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിക്ക് തന്നെ പ്രഥമ ദൃഷ്ട്യാ ബോധ്യമായിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കർത്തായുടെ തന്നെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ സർവീസസിന്റെ ഭാഗമായിട്ട് CMRൽ നിന്ന് ഒരു 91 കോടി രൂപ കൊടുത്തതായിട്ടുള്ള മറ്റൊരു ആരോപണം കൂടിയുണ്ട് എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ അത്തരത്തിലുള്ള ഫേക്ക് എക്സ്പെൻസസിൽ ഒരു ഭാഗം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളിന്റെ മകൾക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം തെളിവുകൾ പുറത്തു വന്നിരിക്കുന്ന സമയത്ത് അതിൽ അന്വേഷണം നടത്തുന്ന സമയത്ത് അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നും CPMനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നും ഞങ്ങൾ സംഘപരിവാരത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ മരുമകൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് കൂട്ടി വായിക്കുമ്പോൾ അതിലൊന്നും ഒരു സെൻസുമില്ല. അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഫ്രസ്ട്രേഷനാണ് അവർ കാണിച്ചിരിക്കുന്ന നിയമത്തിനെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി, തെരുവുകളെ സംഘർഷഭരിതമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് മട്ടിൽ അത് തെളിയിക്കുകയായിരുന്നു CPM ചെയ്തത്. ശ്രീ വെമ്പായൻ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.